മാനസിക വൈകല്യമുള്ള കൂടമ്പാറയിലെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് 12 വയസ്സുള്ള അപ്പം ഞങ്ങൾ ഗ്രീൻ ബർഗ് റിസോർട്ടിലേക്ക് പോവാണ്. കട്ടപ്പന പോകുന്ന വഴിക്കാണ് റിസോർട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ തന്നെ ദേ ഇറങ്ങിയിട്ടോ. എല്ലാവരും ചായ കുടിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചായ കിട്ടിയത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പോൾ അതിലുള്ള കുറച്ച് ആൾക്കാരെ കൂടിയാണ് നമ്മൾ പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ബസ്സിലൊക്കെ കയറാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആരും ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആളെ ഒന്ന് വെളുപ്പിന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടേ അവർക്കത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ ഞങ്ങളൊന്നും കഴിക്കാതെയായിരുന്നു വന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെളുത്തപ്പോൾ തന്നെ ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് കയറി. അങ്ങനെ രസമായിരുന്നു കേട്ടോ. നമ്മൾ ആ ടൂറിൽ ഏറ്റവും കൂടുതൽ രസം എന്ന് വെച്ചാൽ അതിൻ്റെ ആൾക്കാരുടെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തെങ്കിലും വേണോ? പെണ്ണുങ്ങൾ മാത്രമുള്ള സീറ്റ് കയറി ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കണായിട്ട് കാണണേ. ആരും എന്താ കഴിക്കണ? വേണ്ട ഇന്നലുണ്ടല്ലോ. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ വണ്ടിയിൽ എന്താ പറഞ്ഞ പഴയ പാട്ടൊക്കെ പിന്നെ വണ്ടി കയറിയ നമ്മൾ തുള്ളലാണ് മെയിൻ. ഞാൻ കുറച്ച് നേരമൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ട് മടുത്തപ്പോൾ വന്നിരിക്കുന്ന കേട്ടോ കാണേ. പിന്നെ അവർക്കൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ പിന്നെ നമുക്ക് ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പാട്ടിടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഗ്രീൻ ബർഗ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ട്രക്കിങ്ങിനാണ് പോണേ. നമ്മുടെ വലിയ ബാഗും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചു. നമ്മൾ ട്രക്കിങ്ങിനായിട്ട് പോവാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി മുല്ല പൂക്കുമ്പോൾ തനന്നാ തനല്ല മഞ്ഞണിഞ്ഞു ഓ ഓ പ്രണയദില കിളിവാതിൽ പ്രണയനില കിളിവാതിൽ ആനെ തുറന്നതാരാണ് ഒരു ദൂരിഷ്ടം അതിൽ ചെന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ത്രൂ ഔട്ട് ജേർണിയിൽ അവർ നമുക്കൊരു ഗൈഡിനെ ഏർപ്പാടാക്കി തരും. ആളായിരിക്കും നമ്മളെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത് ഇത് കണ്ടോ, നല്ല ചാമ്പയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മധുരമില്ലല്ലേ? ഒട്ടും മധുരമില്ല, ഭയങ്കര വെള്ളച്ചോവയാണ്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ചാമ്പയ്ക്കയിലൊക്കെ വെള്ളം കയറി. ഇത് ക്യാമറയുടെ കളറൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ കളറാണ്. അല്ലേ ഒരു കണ്ടോ കണ്ടിട്ട് നീ കൈ നിറച്ച് ചാമ്പയ്ക്ക. നമ്മുടെ ഗൈഡ് മരത്തിൽ കയറി എല്ലാവർക്കും പറിച്ചു കൊടുത്തു. മധുരമൊന്നുമില്ല, വെറുതെ തിന്നാം. പിന്നെ വളം ഇട്ടതൊന്നുമല്ല, നാച്ചുറലായിട്ടുള്ള കളറും ഒക്കെയാണ്. പിന്നെ ചിലർ റീലെടുക്കാൻ വേണ്ടി കളിക്കുന്നു, പിന്നെ പാട്ട് പാടി, വേറെ കുറച്ച് പേര് ദൂരെ പോയി പാട്ട് പാടുന്നു. അങ്ങനെ റീൽസ് പിടുത്തമായിരുന്നു പരിപാടി. അപ്പോൾ നമ്മളിനി ബോട്ടിങ്ങിന് പോവാണ്. ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ ബോട്ടിങ്ങിലല്ലോ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേ? അനിമൽസും പൗൾട്രി ഫാം അല്ലേ?
കിച്ചനെ തെള്ളിയിടല്ലേ. ഇതിലെ എല്ലാ കാഴ്ചകളും ഒന്നും നമ്മളെപ്പോലുള്ള വലിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഇത് തോന്നില്ല, പക്ഷെ പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അത്ര എൻജോയ്മെൻ്റ് ആയിരിക്കും. ആരു വേണ്ടാന്ന്, ഡോൺ ടച്ച്, വേണ്ടാന്ന് ടച്ച് ചെയ്തെന്ന് പറഞ്ഞു. കടിക്കുന്ന പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. നീ കാണാത്ത മൃഗമല്ല അത്. ഈ ആരുവാണെങ്കിൽ എല്ലാ മൃഗങ്ങളെയും ഭയങ്കര പുന്നാരിക്കലായിരുന്നു. പിന്നെ പശുവിനെ കണ്ടപ്പം അതിനെ പുന്നാരിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ണ് കണ്ണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത്. ബോട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തി അതിനുള്ളിലായിരുന്നു കേട്ടോ. ഞാൻ ബ്ലൂ ഞങ്ങളോടൊപ്പം കയറുമോ? അല്ല, നീന്തൽ അറിയാവുന്ന ഒരാളത്തെ കൂടി. ബൈ ഗായ്സ്. അങ്ങോട്ട് ചവിട്ട് ചെല്ലിയില്ലേ? കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. കയാക്കിംഗ് എനിക്ക് കയറാൻ പറ്റില്ല, പക്ഷെ 4 വീഡിയോസോടെ ബോട്ടിൽ കയറി. ബോട്ടിങ്ങനെ നമ്മൾ കാലും കൂടി ചവിട്ടില്ല, ആ ബോട്ടിൽ കയറി സെറ്റായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ പേടി അമ്മയ്ക്കുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. സിപ്പ് ലൈൻ. എനിക്ക് ശീലമുണ്ട്, കേറിയിട്ടുണ്ട്. ചെറിയൊരു പേടിയുള്ളൂ. എനിക്ക് പേടിയാ. അത്ര പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് അതിന്റെ ചിലപ്പോ അതിന്റെ പുറത്തെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ കയറി അല്ലേ? ഇതാണോ സിപ്പ് ലൈൻ? ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ കയറി. അത് പക്ഷെ പിള്ളേരുടെ സിപ്പ് ലൈൻ എങ്ങനെയാന്നൊരു വീഡിയോ. ഗൈസ്, ഞങ്ങള് സിപ്പ് ലൈനിലൊന്നും കേറുന്നില്ല. എന്നാന്ന് വെച്ചാല് ഇത് ഇപ്പൊ വീഡിയോയിൽ കണ്ട പോലെ നമ്മളെ അങ്ങോട്ട് അവര് ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകും, പക്ഷെ തിരിച്ച് നമ്മൾ തനിയെ വരണം. ആ റിസ്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്. പിന്നെ ഒത്തിരി പേര് വന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു മരം കണ്ടപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കുറേ എന്താ പറയണ്ടേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ സമയം പോയി. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴാട്ടോ ആരുവിന് ഭയങ്കര സന്തോഷമായി. കാരണം അവളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയായി ഇതിലൊക്കെ കയറിയപ്പോഴേ. കുറച്ച് നേരം ഊഞ്ഞാലാടി. ഒരുപാട് നാളായി ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടാണ്. ആരും ഇങ്ങനെ ഓരോരോ സംഭവത്തിൽ കയറാൻ വേണ്ടി ഇതിൽ നടക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് പേർക്കാട്ടോ എൻട്രി ഉള്ളൂ. നമുക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. കയറിക്കോ, വെള്ളം ഉണ്ടോ നോക്കണേ. അങ്ങനെയാണ്. ഓക്കെ. ഭയങ്കര 1700-1800 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിനുള്ളൊരു ചാർജ്. വർത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ടീമായിട്ടൊക്കെ വരുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോഴേക്കും ഉച്ചയായിരുന്നു. നമ്മൾ കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിക്കുന്നത് സൂപ്പാണ്. എൻ്റെ അമ്മേ, 5 പൈസയ്ക്ക് കൊള്ളില്ലാത്തൊരു സൂപ്പ്. ഞാൻ വളരെ കുറച്ച് സൂപ്പേ കഴിച്ചിട്ടുള്ളൂ, മുന്നേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനൊരു സൂപ്പ് ഞാൻ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് പൊട്ട ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡ് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. കഴിച്ചപ്പോഴും സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതിനൊക്കെ പേര് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. വെജും നോൺ വെജുമായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്ര വേണമെങ്കിലും ആവശ്യത്തിന് കഴിക്കായിരുന്നു. അത്രയും ഫുഡുണ്ടായിരുന്നു. സാലഡ്സും അതുപോലെ അച്ചാറുകളും പിന്നെ റൈസും നോൺ വെജ് അല്ല മുളപ്പിച്ച അങ്ങനത്തെ സ്പ്രൗട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ടർ ചിക്കൻ, പനീർ, നാൻ, ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമ്പോൾ അങ്ങനെ അങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആരും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
വരാം. ഫൈനലി നമ്മൾ ഐസ്ക്രീമും എടുത്തു. ഫ്രൂട്ട് സലാഡാണ് എടുത്തത്. എനിക്ക് കുറച്ചൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ കഴിക്കാൻ കയറുമ്പം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ തിരക്കായി. നമ്മൾ ഗ്രീൻബർഗിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രാവിലെ പെട്ടെന്നുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് 3-4 ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കഴിയുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ പ്രശ്നമില്ല. പൂളിൽ ഇറങ്ങണമെങ്കിൽ 4 മണിക്കൊക്കെ മുമ്പിൽ ഇറങ്ങാനാണ് നല്ലത്. അല്ലെങ്കിൽ ആൾക്കാർ കൂടും. നമുക്ക് നമ്മുടെ ഫ്രീഡത്തിൽ കുടിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുമോ കേട്ടല്ലോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബദാങ്കയാണ്, ബദാങ്ക മരം. ഒരുപാട് നാളായി ഈ ഒരു മരം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഈ ഒരു മരം ഉണ്ടാവും. ഒന്നല്ല, കുറേ ഉണ്ട്. LP ഉണ്ടായിരുന്നു, UP ഉണ്ടായിരുന്നു. 10 കൊല്ലം ഇതിടിച്ച് എന്താ പറയണ്ടേ, നല്ല പച്ചയായാലും ഉണക്കിയായാലും കുറച്ചൊക്കെ പറക്കി വീട്ടിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ ചതച്ച് അതെടുത്ത് കൂട്ടി വെച്ച് കുറേ ആക്കി തിന്നും. പെട്ടെന്ന് കണ്ടപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ഇതിലോട്ട് പോയി. ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു സംഭവമായിരുന്നു ഊഞ്ഞാലാട്ടം. ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിച്ച് മടുത്തു. നാണക്കേടാ, കൊച്ചു കാണും. മാനസിക വൈകല്യമുള്ള ഊളംപാറയിലെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് 12 വയസ്സുള്ള അയ്യോ. അപ്പം അടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോണേ. നീന്താനൊന്നും അറിയില്ലെങ്കിലും വലിയ കാര്യത്തിന് ജാടയൊക്കെ ഞാനും പോയി. പക്ഷേ 100 പൊക്കമുള്ള ഞാൻ ഈ ട്യൂബിൽ കിടക്കാൻ വന്നിട്ട് അതിന് കളിയാക്കാത്ത ആരുമില്ല. എന്ത് ചെയ്യാനാണ്, വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ പോയില്ല. ഒരു ട്യൂബ് കയറി കൊച്ചിനെ പോലെ ഞാനും അങ്ങ് കിടന്നു. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ, എത്ര വേണേൽ നീന്താലോ. ചിലപ്പോൾ വെള്ളം കുടിച്ചിട്ടായിരിക്കില്ല, പേടിച്ചിട്ട് തന്നെ ഞാൻ അവിടെ കിടന്നതിന് ചത്തോളൂ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി പോയില്ല. ആരും 1 2 3 4 5 6 7 8 9 ആരും പാസ്. സിമ്പിൾ. ഞാൻ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സെയിം. ഉണ്ടല്ലോ. ആരോഗ്യത്തിന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്ത് പറ്റിയടാ, ഭയങ്കര ബോറായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് രാത്രി തിരിച്ച് എത്തിയായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ കൂടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോൾ ഞങ്ങൾ നാരങ്ങ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മളവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.